നിലമ്പൂരിൽ ഇങ്ങനെ ചൂട് പിടിക്കുകയാണ്. ഏതൊക്കെ ഘടകകക്ഷികളെ ആരൊക്കെ ഏതിലേക്ക് നിൽക്കും എന്നൊക്കെയുള്ളൊരു സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വൻ ട്വിസ്റ്റാണ് ഇപ്പോൾ നിലമ്പൂരിൽ നടക്കുന്നത്. PDP LDFിന് പിന്തുണ നൽകിയിരിക്കുന്നു എന്നൊരു വാർത്ത. എന്താണ് ഇതിൻ്റെ വിശദാംശം? നാം ഇത്തരം വർഗീയ ശക്തികൾ ഇരു പാർട്ടികൾക്കും പിന്തുണ നൽകുന്നത് പാലക്കാട് കണ്ടിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ തന്നെ വർഗീയ ശക്തികൾ രംഗത്ത് വരികയും അവരുടെ പാർട്ടികൾ സജീവമായി തന്നെ രംഗത്ത് നിൽക്കുന്നത് പലതവണ കണ്ടിട്ടുണ്ട്. അതിലേറ്റവും അവസാനം SDPI ബന്ധപ്പെട്ട് SDPI പരസ്യമായി തന്നെ കോൺഗ്രസിന് അനുകൂലമായി വരുന്നൊരു സാഹചര്യമുണ്ട്. ഈ അവരുടെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഈ നോട്ടീസുകൾ തന്നെ വിതരണം ചെയ്യുന്നു, കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് പറയുന്നു. ആ രീതിയിൽ അന്ന് അവർ ചൂണ്ടിക്കാട്ടിയത് BJPക്കെതിരായിരുന്നു. BJPയെ പാലക്കാട് പരാജയപ്പെടുത്തണം, അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകളെല്ലാം ഏകീകരിച്ച് കോൺഗ്രസിന് നൽകണമെന്നാണ് അവകാശപ്പെട്ടത് മാത്രമല്ലല്ലോ, ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം വിജയിച്ചതിന് ശേഷം ആദ്യം കൊടിയുമായി ഇറങ്ങിയത് കോൺഗ്രസ് പ്രവർത്തകരല്ല, മറിച്ച് SDPI പ്രവർത്തകരാണ് നഗരത്തിൽ ഈ കൊടിയുമായി ഇറങ്ങി ഇത്തരം പ്രചരണങ്ങൾ നടത്തിയതും വലിയ വിജയാഘോഷങ്ങൾ നടത്തിയതും. അതിന് സമാനമായ ഒരു സാഹചര്യമാണ് ഇതാ നിലമ്പൂരിലും ഉണ്ടായിരിക്കുന്നത്. നിലമ്പൂരിൽ UDF മാത്രമല്ല, UDFും അതോടൊപ്പം തന്നെ ഇതാ LDFും ഇറങ്ങിയിരിക്കുകയാണ്. CPMന് തുറന്ന പിന്തുണയാണ് PDP നൽകിയിരിക്കുന്നത്. PDPയെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരു വർഗീയ പാർട്ടിയാണ്. അതിൻ്റെ നേതാവ് മദനിയാണ്. അദ്ദേഹം വർഷങ്ങളായി തന്നെ ഈ കർണാടക ജയിലിൽ കിടന്നതാണല്ലോ. പല സ്ഥലങ്ങളിൽ ബാംഗ്ലൂരിലും ഇവിടെ കോയമ്പത്തൂരുമെല്ലാം സ്ഫോടന കേസിൽ പ്രതിയായ അദ്ദേഹം വർഷങ്ങളായി തന്നെ ജയിലിൽ കിടക്കുകയാണ്. അദ്ദേഹം ഉണ്ടാക്കിയ പാർട്ടിയാണ് ഇപ്പോൾ പൂർണ്ണമായി തന്നെ സ്വരാജിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുൻകാലത്ത് തന്നെ അദ്ദേഹം ഈ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ പിണറായി ഉൾപ്പെടെയുള്ളവർ വേദി പങ്കിടുന്ന ഒരു കാഴ്ച നാം കണ്ടിരുന്നു. പക്ഷെ ജനങ്ങൾ വലിയ രീതിയിൽ തിരിച്ചടി നൽകുകയും ആ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായി തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അവഗണിച്ച് കോൺഗ്രസിനെ വിജയിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരമൊരു നീക്കം തന്നെയാണോ ജനങ്ങൾ നിലമ്പൂരും നടത്തുക എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അതുമാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് വെൽഫെയർ പാർട്ടിയും ഈ രീതിയിൽ കോൺഗ്രസിന് പിന്തുണയ്ക്കുകയാണ്. അങ്ങനെ ഈ നിലമ്പൂർ നാം കാണുന്നത്, മലപ്പുറത്തെ നിലമ്പൂർ കാണുന്ന വർഗീയ ശക്തികളുടെ പിന്തുണ വാങ്ങിയുള്ള ഒരു തുറന്ന പോരാട്ടമാണ് കാണുന്നത്. രണ്ട് പാർട്ടികളും തങ്ങൾക്ക് നേടാനുള്ള വോട്ടുകൾ, വർഗീയ പാർട്ടിയോ ഇടയ്ക്കിടയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കൂല, അത് ഈ രീതിയിലാണ്, വർഗീയവാദികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് മതേതര വോട്ടുകൾ മതിയെന്ന്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ PDP പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ അതിനെ എതിർത്തു പറയാൻ ഈ പിണറായി വിജയനും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കളും തയ്യാറായിട്ടില്ല. ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ സ്വരാജിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈ മദനി പണ്ട് അത്തരക്കാരനായിരുന്നു, പക്ഷെ അദ്ദേഹം മനം മാറി, അദ്ദേഹത്തിന് മനസ്സ് മാറി തിരിച്ചു വന്നല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ പാർട്ടിക്കാർ അങ്ങനെയല്ലല്ലോ. ചിലപ്പോൾ ഈ ഒരു കോൺഗ്രസിൽ നിന്നോ അതോടൊപ്പം തന്നെ മറ്റു പാർട്ടികളിൽ നിന്നോ ചേക്കേറി കമ്മ്യൂണിസ്റ്റിൽ വരുന്നവരെ പോലെ ഒരു പലതവണ എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഭീകരപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട മദനി മാറി വന്നപ്പോൾ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത ലഭിക്കുന്നു. അത് എന്തുകൊണ്ടാണ്? ഈ നിലമ്പൂരിലെ ഒരു 40% വരുന്ന ഒരു വോട്ട് ബാങ്ക് ഉണ്ടല്ലോ, ആ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ സ്വരാജ് അടക്കമുള്ളവർ നീങ്ങുന്നത്. സ്വരാജിന് നമുക്കറിയാവുന്നതാണ്, ഈ തൃപ്പൂണിത്തറയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവിടെ MLA ആയതിനു ശേഷം ശബരിമല പ്രശ്നം വന്നപ്പോൾ വലിയ രീതിയിൽ ഇദ്ദേഹം പറയുകയാണ്, ഈ അയ്യപ്പന്റെ വിവാഹം ഉൾപ്പെടെ നടത്തിക്കൊടുത്ത നേതാവാണ് സ്വരാജ്. അങ്ങനെ നടത്തിക്കൊടുത്ത ഈ സ്വരാജാണ് ഇപ്പൊ മദനിയുമായി ബന്ധപ്പെട്ട് ഇത്തരം അദ്ദേഹത്തെ വെള്ളപൂശാൻ ശ്രമിക്കുന്നത്. അദ്ദേഹം വെള്ളപൂശാൻ ശ്രമിച്ചോട്ടെ, ഈ കോൺഗ്രസ് പരസ്യമായി തന്നെ SDPI കൂട്ടുകൂടുന്നുണ്ടല്ലോ. പക്ഷെ ഇവർ അങ്ങനെയല്ലല്ലോ. ഇവർ ഒരു ഭാഗത്ത് ഇവരെ ഇത്തരക്കാരെ സപ്പോർട്ട് ചെയ്യുകയും മറുഭാഗത്ത് ഇത്തരം മതേതരത്വം പറയുന്നു, ഞങ്ങൾ BJPക്കെതിരാണ്, ഞങ്ങൾ RSSനെതിരാണെന്ന് പറഞ്ഞ് വലിയ വായിൽ വർത്താനം പറയുകയും ഒരു ഭാഗത്ത് ഇത്തരം സംഘടനകളുമായി കൂട്ടുകൂടുന്നതുണ്ട്. എന്തായാലും അൻവർ അടക്കമുള്ളവർ കുറച്ചു കാലങ്ങളായി, അതോടൊപ്പം തന്നെ ഒരു തമാശയുണ്ട്. ഈ അൻവർ ഈ പാർട്ടിയിൽ നിന്നും പോയതിന് പിന്നാലെ അൻവറിന്റെ ആരോപണം എന്തായിരുന്നു? ഈ CPMന് RSSുമായി വലിയ ബന്ധമുണ്ട്, P ശശിക്ക് RSSുമായി ബന്ധമുണ്ട്, പിണറായി വിജയൻ RSSുമായി ബന്ധമുണ്ട്, പൂരം കലക്കിയത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ അദ്ദേഹം കൃത്യമായി ഉന്നയിക്കുമ്പോൾ ഈ CPM ചെയ്തത് എന്താണ്? അദ്ദേഹം SDPIക്കാരാണ്, അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിക്കാരനാണ്. ഇദ്ദേഹം അൻവർ പാർട്ടിയിൽ നിന്നും പോയതിന് പിന്നാലെ തന്നെ നിലമ്പൂരിലെ ചന്തക്കുന്നിൽ വലിയ ഒരു ജനസഞ്ചയത്തെ അദ്ദേഹത്തിന് അവിടെ എത്തിക്കാൻ കഴിഞ്ഞു. അദ്ദേഹം പ്രസംഗിക്കുന്ന സാഹചര്യം ഉണ്ടായല്ലോ. പിന്നീട് അടുത്ത ദിവസം ഈ പാർട്ടി സെക്രട്ടറി ഗോവിന്ദനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അവിടെ കൂടിയതെല്ലാം സാധാരണക്കാരായ ജനങ്ങളല്ല, അതല്ല SDPIക്കാരും ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്, അങ്ങനെയുള്ള ഭീകരവാദികളുടെ
അല്ല, കാരണം CPM ആരും പോയിട്ടില്ല, അവിടെ എത്തിയത് മുഴുവൻ ഇത്തരം ഭീകരവാദി ആയി ബന്ധമുള്ള നേതാക്കളാണെന്ന പ്രസ്താവനയാണ് അദ്ദേഹം അവിടെ പറഞ്ഞത്. ആ രീതിയിൽ രണ്ട് പാർട്ടികളും എന്തായാലും നിലമ്പൂരിൽ കൃത്യമായി തന്നെ വർഗീയത കളിക്കുകയാണ്, രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, രണ്ട് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം വർഗീയത മാത്രമല്ല, ഇപ്പൊ പഴയ കാര്യങ്ങൾ ഓരോന്ന് ഇപ്പം ശ്രീത്ത് പറഞ്ഞിട്ടുള്ള സ്വരാജ് പറഞ്ഞ കാര്യങ്ങളും ഈ പറഞ്ഞോണം UDF പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങൾ, അൻവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഷൗക്കത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആര്യാടൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു തഗ് പോലെ ഒരാൾ ഒരു ഭാഗം പറയുന്നു, അതിന്റെ കൗണ്ടർ അടിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പ്രചരണം നടത്തുന്നത്. അതൊക്കെ ഒരു പരിധി വരെ നമുക്ക് ക്ഷമിക്കാം. പക്ഷേ വർഗീയ പാർട്ടികളുമായിട്ടുള്ള കൂട്ടിച്ചേരൽ, രാഷ്ട്രീയമായിട്ടുള്ള കളികളെ അപാകതകൾ, അതായത് നമുക്കറിയാം ഇപ്പോൾ ഒരു കുട്ടി മരിച്ച സംഭവമായൊക്കെ ബന്ധപ്പെടുത്തി അതിൽ ഈ നമ്മളൊക്കെ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ നടത്തുന്നത് ശരിക്കും പറഞ്ഞാൽ തരം താന്നു പോവുകയല്ലേ ചെയ്യുന്നത്. അല്ല, അതോടൊപ്പം തന്നെ ഈ നിലമ്പൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ മുൻപുള്ള കോൺഗ്രസ് നേതാവുണ്ടല്ലോ ആര്യാടൻ മുഹമ്മദ് ഒരു കാലത്ത് ഈ കേരളത്തിന്റെ മതേതരത്വത്തിന്റെ മുഖമായിരുന്ന ഒരു നേതാവായിരുന്നു. കാരണം വർഗീയ ശക്തികൾക്കെതിരെയും മുസ്ലിം ലീഗിനെതിരെയെല്ലാം നിരന്തരം പോരാടുന്ന ഒരു നേതാവ്, മത്സരിച്ച് ജയിച്ച ഒരു സിനിമ തന്നെയുണ്ട്, പാഠമൊന്നും ഒരു വിലാപം, അദ്ദേഹത്തിന്റെ സിനിമ തന്നെയല്ലേ, അദ്ദേഹം നിർമ്മിച്ച ഒരു സിനിമയാണ്. അതിൽ തന്നെ ഈ പറഞ്ഞതുപോലെ മുസ്ലിം വിഭാഗം, മലപ്പുറം പോലുള്ള പ്രദേശങ്ങളിലെ മുസ്ലിം പെൺകുട്ടികളെ ഈ 10ാം ക്ലാസ് കഴിയുന്നതിനൊക്കെ മുമ്പ് തന്നെ പിടിച്ചു കെട്ടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹം എടുത്ത ഒരു സിനിമയാണ്. അപ്പോൾ അതിലൊക്കെ ഒരു വലിയ മതത്തിനപ്പുറം ഈ ഒരു ഇസ്ലാം മതം അല്ലെങ്കിൽ മുസ്ലിം മതം പഠിപ്പിക്കുന്നതിനപ്പുറം കുറച്ചു വിദ്യാഭ്യാസവും അതേപോലെ തന്നെ സാംസ്കാരികപരമായിട്ടും ഒക്കെ മുസ്ലിം വിഭാഗം ഉയരേണ്ടതുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ആ ഒറ്റ സിനിമയിലൂടെ തന്നെയുണ്ട്. അദ്ദേഹം പഠിപ്പിക്കുന്നതും പറയുന്നതും അദ്ദേഹത്തിന്റെ പിതാവ് പറയുന്നതും അത്തരത്തിലാണ്. നമ്മളത് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അല്ല, അതാണ് അത്രത്തോളം മതേതരത്വം പറയുന്ന ഒരു മണ്ണിൽ നിന്നാണ് ഈ രണ്ട് പാർട്ടികളും വർഗീയത കളിക്കുന്നത്. കാരണം വർഗീയവാദത്തിന് വേണ്ടി, ഭീകരവാദത്തിന് വേണ്ടി പിന്തുണയ്ക്കുന്ന പാർട്ടികളുടെ തുറന്ന പിന്തുണയാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ നാം കണ്ടിട്ടുണ്ട്, അത് ഈ ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട് 2024 നാം കണ്ടതാണ്. ഈ വടകര മത്സരിക്കാൻ പോയപ്പോൾ അദ്ദേഹം തുറന്നു പറയുകയാണ്, എനിക്ക് വർഗീയവാദികളുടെ വോട്ട് വേണ്ട. അങ്ങനെ എന്തായാലും തുറന്നു പറയാൻ ഈ രണ്ട് സ്ഥാനാർത്ഥികൾക്കും കഴിയുന്നില്ല എന്നാണ് ഇതിൽ ഏറ്റവും ദയനീയമായ അവസ്ഥ. അതിൽ ഏറ്റവും കൂടുതൽ, അല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തിന് മുൻപല്ലാതെ ഏറ്റവും കൂടുതൽ കവലപ്രസംഗം നടത്തിയ ഒരു നേതാവാണല്ലോ സ്വരാജ്. ഇങ്ങനെ ഒരു പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം വേണ്ടെന്ന് പറയുന്നില്ല, അദ്ദേഹം അവിടെ മദനിയെ പുകഴ്ത്തുകയാണ്. അതിലൂടെ തന്നെ കുറച്ച് വോട്ട് ലഭിക്കുകയാണെങ്കിൽ ലഭിക്കട്ടെ എന്നാണ് അദ്ദേഹം കാണുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു ചർച്ച ഉയർന്നു വരുന്നുണ്ടല്ലോ, അങ്ങനെ വിജയിക്കുകയാണെങ്കിൽ സ്വരാജ് അവിടുത്തെ മന്ത്രിയാകുമെന്ന ചർച്ചയും വരുന്നുണ്ട്. പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ മന്ത്രിസ്ഥാനം ഒന്നും ഓഫർ ചെയ്തിട്ടില്ല എന്നുള്ളത്. അല്ല, ജനങ്ങൾക്കിടയിൽ, അവിടുത്തെ വോട്ടർമാർക്കിടയിൽ പ്രചരണമുണ്ട് ആ രീതിയിൽ. കാരണം ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത് ഒരു മന്ത്രിക്കാണ്, ഭാവിയിലെ മന്ത്രിക്കാണെന്നൊരു ധാരണ ഉണ്ടാക്കാൻ അവിടെ എന്തായാലും LDFന് കഴിഞ്ഞിട്ടുണ്ട്, CPM കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അങ്ങനെ കുറച്ചു പേരെ സംഘടിപ്പിക്കുക, പിന്നീട് ഈ വർഗീയവാദം പറഞ്ഞ് കുറച്ചു പേരെ സംഘടിപ്പിക്കുക, വികസനം പറഞ്ഞ് കുറച്ചു പേരെ സംഘടിപ്പിക്കുക. പക്ഷേ ഈ വികസനവുമായി CPM ഇറങ്ങിയപ്പോഴാണല്ലോ ഒരു മഴ പെയ്തതോടുകൂടി അത് വലിയ രീതിയിൽ പ്രതിസന്ധിയിട്ടുണ്ട്. ഈ പ്രത്യേകിച്ച് മലപ്പുറത്തെ തന്നെയാണ് ദേശീയപാത തകർന്നിട്ടുണ്ട്. അത് മരുമകനല്ല, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആ കുട്ടി പന്നിക്കണി വെച്ച് കുട്ടി ഷോക്കേറ്റ് മരിച്ച സംഭവം, ഇതൊക്കെ LDFനെ വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട്. ശരിക്കും ഒരു വിരുദ്ധത ഉണ്ടെങ്കിൽ തന്നെ ഇല്ല പറഞ്ഞ ശരിക്കും ഒരു കണ്ടശനിയാണ് LDFന്, അല്ലേ? നമ്മളൊന്ന് ആലോചിച്ചു, വിഴിഞ്ഞം അങ്ങോട്ട് ഉദ്ഘാടനം ചെയ്ത് 2 കപ്പൽ ദുരന്തം, രണ്ടാമത്തെ മഴ അങ്ങോട്ട് ദേശീയപാതയുടെ റീലുകൾ ചെയ്യാൻ തുടങ്ങി, മഴ വന്ന് ദേശീയപാത പോയി. രണ്ടാമത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സ്വരാജ് എന്ന് പറഞ്ഞു തുറുപ്പ് ചീട്ട് തന്നെ എടുത്തെറിഞ്ഞ് അടുത്ത ഷോക്കേറ്റ് ഒരു കുഞ്ഞ് മരിച്ചു. നമ്മൾ അതിൻ്റെ ഇത് പറയല്ല. പക്ഷെ പിണറായി എന്ത് ചെയ്യാൻ തുടങ്ങുന്നു അതിലിപ്പോൾ ഒരു ശനിദശ വന്നു വിടുന്നുണ്ട്. അതെന്തായാലും അത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ വർഗീയത, ഒരു മതവർഗീയത നമുക്കറിയാം, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, രാജ്യം അനുഭവിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള മതവർഗീയത മാറ്റി നിർത്തേണ്ടുന്ന സമയം അതിക്രമിച്ച് നിലപാടുകൾ ഇല്ലാണ്ടായിരിക്കുന്നു പാർട്ടികൾക്ക്.